നേതൃക്യാമ്പ് നടക്കുന്ന ബത്തേരിയിൽ നിന്ന് വിശദാംശങ്ങളുമായി മുഹമ്മദ് അസ്ലം. 2 ദിവസം നീണ്ടു നിൽക്കുന്ന ലക്ഷ്യ നേതൃക്യാമ്പ് അര ദിവസം പിന്നിടുമ്പോൾ ഉയർന്ന ചർച്ചകൾ, പ്രതികരണങ്ങൾ, ഇനി നടക്കാനിരിക്കുന്ന ചർച്ചകൾ, അജണ്ടകൾ, വിശദാംശങ്ങൾ. സൈഫുദ്ദീൻ, വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 100-ലധികം സീറ്റുകളിൽ ജയിക്കാൻ കഴിയുന്ന രീതിയിലേക്ക് പ്രവർത്തകരെയും പാർട്ടി സംവിധാനത്തെയും പൂർണ്ണമായി ഒരുക്കുന്നതിനാവശ്യമായ നടപടികളിലേക്കാണ് ലക്ഷ്യം വെക്കുന്നത്. അതിനാവശ്യമായ ചർച്ചകളിലേക്ക് കടന്നു കഴിഞ്ഞിരിക്കുന്നു. ഉദ്ഘാടനം നടത്തിയത് AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ. അദ്ദേഹം കൃത്യമായി തന്നെ പറഞ്ഞൊരു കാര്യം, 100-ലധികം സീറ്റുകൾ നേടി വിജയിക്കണം. അതിൽ സ്ഥാനാർത്ഥികളെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട മാനദണ്ഡം വിജയം മാത്രമായിരിക്കും. ആരും സ്വയം സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കുകയോ അല്ലെങ്കിൽ മാധ്യമ ചർച്ചകളിൽ സ്ഥാനാർത്ഥി ചർച്ചകൾ നടത്തരുതെന്ന് വളരെ കൃത്യമായി പറഞ്ഞു. മാധ്യമ അജണ്ടകളിൽ വീഴ്ന്നു പോകാനുള്ള ജാഗ്രത നേതാക്കൾ ഈ ഘട്ടത്തിൽ കാണിക്കണമെന്ന് അദ്ദേഹം കൃത്യമായി പറയുന്നുണ്ട്. അതായത് മുഖ്യമന്ത്രികൾ ആവാൻ നിരവധി ആൾക്കാരുണ്ട് എന്നുൾപ്പെടെ ചർച്ചകളൊക്കെ തന്നെ മാധ്യമ ചർച്ചകൾ രൂപപ്പെടുന്നത് അത് CPM-ന്റെയും BJP-യുടെയും അജണ്ടയുടെ ഭാഗമാറ്റമാണ്. അതിന് ഗുണകരമാകുന്ന രീതിയിലേക്ക് ചർച്ചകളിലേക്ക് ഒരു ഘട്ടത്തിലും പോകരുതെന്ന് പറഞ്ഞു. മാത്രമല്ല, തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങളുടെ ഭാഗമായി തദ്ദേശ തെരഞ്ഞെടുപ്പ് വിജയം മുൻനിർത്തിക്കൊണ്ട് തന്നെ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ വിജയിച്ച സ്ഥാനാർത്ഥികൾ, വാർഡ് മെമ്പർമാർക്കും അതോടൊപ്പം തന്നെ മത്സരിച്ചവർക്കും ആയിരിക്കണം വോട്ടുകൾ വർദ്ധിപ്പിക്കാനുള്ള ചുമതല നൽകേണ്ടത്. അത്തരത്തിൽ, കാരണം നിലവിൽ തന്നെ അവർ തദ്ദേശ വാർഡുകളിൽ കൃത്യമായി തന്നെ പണിയെടുത്തവരാണ്. അവർക്ക് കൃത്യമായി വോട്ടുകൾ വർദ്ധിപ്പിക്കാനുള്ള നിർദ്ദേശം കൊടുക്കുക. മാത്രമല്ല, വോട്ട് വർദ്ധിപ്പിക്കുന്നവർക്ക് പാരിതോഷികവും പ്രഖ്യാപിച്ചുകൊണ്ട് കൃത്യമായ നടപടികളിലേക്ക്, വോട്ടർ പട്ടിക കേന്ദ്രീകരിച്ചുള്ള പ്രവർത്തനങ്ങളിലേക്കും മറ്റും പോകണമെന്ന് പറഞ്ഞു. കൃത്യമായി തന്നെ CPM-ഉം BJP-യും ഒരുമിച്ച് നിന്നാൽ പോലും പരാജയപ്പെടുത്താൻ കഴിയില്ല എന്ന് തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഏറെക്കുറെ തെളിഞ്ഞതാണ്. ആ ഒരു തന്ത്രം വീണ്ടും കൃത്യമായി തന്നെ BJP CPM നടപ്പാക്കാൻ സാധ്യതയുണ്ട്. അതിനെ മറികടക്കുന്ന രീതിയിൽ തന്ത്രങ്ങളിലേക്ക് രൂപീകരിക്കണമെന്ന് കൃത്യമായി പറഞ്ഞു. KPC പ്രസിഡന്റ് സണ്ണി ജോസഫ് സംസാരിച്ചു. AIC മറ്റ് നേതാക്കളെ കൊണ്ട് അല്പസമയം മുമ്പ് ശശി തരൂരും എത്തിച്ചേർന്നു. ഒരു പക്ഷേ മുൻ KPC പ്രസിഡന്റുമാരിൽ മുല്ലപ്പള്ളി രാമചന്ദ്രൻ മാത്രമാണ് എത്താറുന്നത്. ബാക്കി എല്ലാ നേതാക്കളും നടക്കുന്നുണ്ട്. ഇപ്പോൾ ഓരോ മേഖലകൾ തിരിച്ചുള്ള ചർച്ചകളിലേക്ക് ഇനി ഉച്ചയ്ക്ക് ശേഷമോടുകൂടി പോകും. അതായത് മധ്യമേഖല, ഉത്തരമേഖല, ദക്ഷിണ മേഖല നടത്തില്ല. അങ്ങനെ ആ അർത്ഥത്തിലേക്ക് ഓരോ സ്ഥലങ്ങളിലേക്കും ഓരോ ജില്ലകൾ കേന്ദ്രീകരിച്ചുള്ള ചർച്ചകൾ നടത്തി ഓരോ സ്ഥലത്തേക്കും സ്വീകരിക്കേണ്ട തന്ത്രങ്ങൾ രൂപീകരിക്കുക. അതോടൊപ്പം തന്നെ ക്യാമ്പയിന്റെ പൊതുവായി രൂപീകരണത്തിലേക്ക് വരിക. സ്ഥാനാർത്ഥി നിർണയത്തിന്റെ മറ്റ് വിശദാംശങ്ങളിലേക്ക് പോകാൻ സാധ്യത കുറവാണ്. അക്കാര്യങ്ങൾ ഹൈക്കമാൻഡായിരിക്കും തീരുമാനമെടുക്കുക. അതേസമയം ചില MP-മാർ മത്സരിക്കുന്ന കാര്യത്തിലേക്ക് പൊതു അഭിപ്രായം രൂപപ്പെടാനുള്ള സാധ്യതയുണ്ട്. എന്തായാലും തെരഞ്ഞെടുപ്പ് തന്ത്രങ്ങൾക്ക് രൂപം നൽകാനുള്ള ചർച്ച അല്ലെങ്കിൽ ലക്ഷ്യ നേതൃക്യാമ്പ് പുരോഗമിക്കുകയാണ്. ഇതിന് തുടക്കത്തിൽ തന്നെ ഒരു നീക്കം, സർക്കാരിന്റെ ഒരു നീക്കം നടത്തത്തിൽ പ്രതിപക്ഷ നേതാവ് ഒരു CBI അന്വേഷണ നിർദ്ദേശം ഉയർന്നു വന്നെങ്കിൽ പോലും, അല്ലാതെ ശുപാർശ ആ സംബന്ധിച്ചുള്ള വാർത്തകൾ ഉയർന്നു വന്നെങ്കിൽ പോലും. മുഹമ്മദ് അസ്ലമാണ് നേതൃക്യാമ്പ് നടക്കുന്ന വയനാട്ടിലെ ബത്തേരിയിൽ വിശദാംശങ്ങൾ നൽകിയത്.